ചോര മരവിച്ചു പോകുന്ന കൊടും ക്രൂരതകളുടെ ദൃശ്യങ്ങളും വിവരണങ്ങളുമാണ് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ നിന്ന് ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര കലാപം അതിരൂക്ഷമായ സുഡാനിൽ അക്ഷരാർത്ഥത്തിൽ കൂട്ടക്കശാപ്പാണ് നടക്കുന്നത്. മനുഷ്യരെ കൊന്നു തീർത്തുകൊണ്ടിരിക്കുന്നു. വിമത സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള എൽ ഫാഷർ നഗരത്തിൽ മനുഷ്യകുലത്തിനെതിരായ യുദ്ധക്കുറ്റമാണ് അവിടെ നടക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിലയിരുത്തിയത്. കടലുകൾക്കിപ്പുറം ഇരുന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഒരുപക്ഷെ ഈ കാലത്ത് നടക്കുമോ എന്ന് പോലും നമുക്ക് അമ്പരപ്പ് തോന്നും. വിദൂര ഭൂഖണ്ഡത്തിലാണെങ്കിലും മരിച്ചൊടുങ്ങുന്നത് നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോലെ കുഞ്ഞു മക്കളാണ്. എന്താണ് സുഡാനിലെ വംശീയ പ്രശ്നം? എന്താണ് അവിടുത്തെ സ്ഥിതി വിവരം? അക്രമം ഉടനെങ്ങാനും അവസാനിക്കുമോ? ആദ്യ ഇസ്രാ. ഏതു നിമിഷവും ജനിച്ചു വീണ മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടാം, എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം. സ്ത്രീകളും പെൺകുട്ടികളും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാവുന്ന അവസ്ഥ. മറുവശത്ത് രോഗവും കൊടും പട്ടിണിയും. ലോകത്തിന്റെ കശാപ്പുശാലയായി മാറിയിരിക്കുകയാണ് സുഡാൻ. കൊർഡോഫാൻ മേഖല ലക്ഷ്യമിട്ട് നീങ്ങുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് സാധാരണക്കാർക്ക് നേരെ വ്യാപകമായി അക്രമം അഴിച്ചുവിട്ടെന്നാണ് റിപ്പോർട്ട്. എൽ ഒബായ് നഗരത്തിന് സമീപം സംസ്കാര ചടങ്ങിന് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായി. സംഭവത്തിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്. സുഡാന്റെ തലസ്ഥാനമായ ഖാർത്തുമിനെയും പടിഞ്ഞാറൻ പ്രവിശ്യയായ ഡാർഫറിനെയും ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന നഗരമാണ് എൽ ഒബൈദ്. വടക്കൻ പ്രദേശത്തെ ബാര പട്ടണം പിടിച്ചെടുത്തതിനെ തുടർന്ന് 20,000-ഓളം പേർ എൽ ഒബൈദിലേക്ക് പലായനം ചെയ്തിരുന്നു. ഇവർക്ക് നേരെ RSF അക്രമം അഴിച്ചുവിട്ടെന്നാണ് റിപ്പോർട്ട്. നടപടി മനുഷ്യകുലത്തിനെതിരായ യുദ്ധക്കുറ്റമാണെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി കുറ്റപ്പെടുത്തി. സുഡാനിലേത് ഭയാനകമായ പ്രതിസന്ധിയെന്ന് UN സെക്രട്ടറി ജനറൽ പറഞ്ഞു. അക്രമം ഉടൻ അവസാനിപ്പിക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നും UN സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു. അതേസമയം ഇരുപക്ഷവും വെടിനിർത്തലിന് തയ്യാറായിട്ടില്ല. RDX റാപ്പ് ന്യൂസ് മലയാളം. സുഡാനിലെ എൽ ഫാഷർ നഗരത്തിൽ നടക്കുന്നത് കൊടും ക്രൂരതയാണ്. അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ വിമതസേനയായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സാണ്. പുരുഷന്മാരെ മാറ്റി നിർത്തി വെടിയുതിർക്കുകയും സ്ത്രീകളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്യുകയാണ്. അതിക്രൂരമായ സംഭവ വികാസങ്ങൾ എൽ ഫാഷർ നഗരത്തിൽ ഇങ്ങനെ തുടർച്ചയായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. അത് RSF ഈ നഗരം പിടിച്ചെടുത്തതോടെയാണ് സംഭവിക്കുന്നത്. സുഡാനീസ് ആർമിയും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലാണ് സുഡാനിൽ പോരാട്ടം. ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത് 2023 ഏപ്രിൽ മുതലാണ്. പോരാട്ടം അധികാരത്തിന് വേണ്ടിയാണ്. വീടുകൾ കയറിയിറങ്ങി RSF സൈന്യം ആളുകളെ കൊന്നൊടുക്കിയെന്നാണ് റിപ്പോർട്ട്. അറബ് വംശജരല്ലാത്തവരെയും മസലിത്ത് വംശജരെയും തുടച്ചു മാറ്റാൻ RSFന് നീക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. ആരാണ് RSF എന്നതുകൂടി നോക്കാം. സുഡാൻ ഭരിച്ച ഒമർ അൽ ബഷീർ തുടങ്ങിയ ജൻജാവീദ് സൈനിക വിഭാഗത്തിൻ്റെ വിമത സൈനിക രൂപമാണിത്. ക്രൂരതയുടെ ആൾരൂപമെന്ന വിളിപ്പേര് കിട്ടിയ ജൻജാവീദിൻ്റെ പാത പിന്തുടരുന്ന സായുധ സേന രാജ്യത്തിൻ്റെ നല്ല ഭാവിക്കെന്ന് അവകാശപ്പെട്ടാണ് RSF തോക്കെടുക്കുന്നത്. 2023 ഏപ്രിൽ മുതലുള്ള ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 1.5 ലക്ഷത്തിലേറെ പേരാണ്. 2.5 വർഷത്തിനുള്ളിൽ 12 ദശലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്തു എന്നാണ് കണക്ക്. രാജ്യത്തിൻ്റെ പല പ്രദേശങ്ങളും പൂർണ്ണമായി തകർന്നെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. ആശുപത്രികൾ ആക്രമിക്കപ്പെട്ടു, ആരോഗ്യ സംവിധാനം പൂർണ്ണമായി തകർന്നു, ഭക്ഷണമില്ലാതെ വലഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. കൊടും പട്ടിണിയിൽ കഴിയുന്നത് സുഡാനിലെ 2.5 കോടി ജനങ്ങളാണ്. സ്വർണ്ണ നിക്ഷേപമുള്ള രാജ്യമായിട്ടും ലോകത്തെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിലൊന്നാണ്. രാജ്യത്തെ 4.5 കോടി ജനങ്ങളുടെ വാർഷിക വരുമാനം രൂപയിൽ 57,000 താഴെ മാത്രമാണ്. 5 വയസ്സിൽ താഴെയുള്ള 7,70,000 കുഞ്ഞുങ്ങൾ ജീവൻ നഷ്ടമാവും വിധം പട്ടിണിയിലാണ്. പോഷകാഹാരക്ഷാമം രൂക്ഷമായ മേഖലകളിൽ ഗുരുതര പകർച്ചവ്യാധികളും പെരുകുന്നു എന്നതാണ് അവസ്ഥ. ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഭക്ഷ്യക്ഷാമവും പോഷകാഹാരക്ഷാമവും എല്ലാം നിലനിൽക്കുന്ന ഒരു ജനക്കൂട്ടം, ആൾക്കൂട്ടം എന്നുള്ളത് സുഡാനിലെ ജനങ്ങൾ തന്നെയാണ്. വളരെ ദയനീയമാണ് അവിടുത്തെ സ്ഥിതി. എന്താണ്? ഉറപ്പായും നമ്മൾ ശരിക്കും ലോകത്തിൻ്റെ കണ്ണ് ഏറെ വൈകി ചെന്ന് പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഗാസ ഉൾപ്പെടെയുള്ള വലിയ വിഷയങ്ങൾ. ഗാസയും ഇതിനെയും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. രണ്ട് വിഷയങ്ങളാണ്. പക്ഷേ അത്തരം വലിയ വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധ അത്രയും വന്നിട്ടുമില്ല. നിർഭാഗ്യവശാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നതിന് ആരുടെയും കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ വീണ്ടും ഇത്ര വലിയ ശ്രദ്ധയിലേക്ക് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്ന് UAEക്ക് ഇതിനകത്ത് പങ്ക് ആരോപിക്കപ്പെടുന്നു. UAEക്കെതിരെ വ്യാപകമായിട്ടുള്ള ബോയ്ക്കോട്ട് ക്യാമ്പയിനുകൾ ഉൾപ്പെടെ ഉയരുന്നു എന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് വീണ്ടും ശ്രദ്ധേയമായി വരുന്നത്. ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ
കണ്ടെത്തലായിട്ടുള്ളത് ഈ മസലത്ത് വിഭാഗങ്ങൾ, അറബ് വംശജരല്ലാത്ത മസലത്ത് വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ളൊരു വംശഹത്യ എന്നുള്ളതാണ് അവർ പറയുന്നത്. UN-ന്റെ തന്നെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇതിൽ അറബ് വംശജരായിട്ടുള്ള ആളുകളെ അല്ലാതെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നു എന്ന വിധത്തിലുള്ള വിമർശനങ്ങളുണ്ട്. അതിനൊരു കമ്മ്യൂണൽ ആംഗിൾ നൽകുന്നതിന് വേണ്ടി തൽപരകക്ഷികളായിട്ടുള്ള പല ആളുകൾ, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് പോലുള്ള ആളുകൾ ഉൾപ്പെടെ അതിൽ ചില പരാമർശങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നു. പക്ഷേ സംഭവം അങ്ങനെയല്ല. അത് ആ രാജ്യത്തിനകത്ത് തന്നെ നിൽക്കുന്ന വംശപരമായിട്ടുള്ള ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ അതിൽ നിലനിൽക്കുന്നുണ്ട്. അധികാരം അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുകയാണ്. മാത്രമല്ല, അടിസ്ഥാനപരമായി ആർക്കും കൺട്രോൾ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് രാജ്യത്ത് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യർ വെടിയേറ്റ് കൊല്ലപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കുന്നു എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ ഒരു രാജ്യങ്ങൾക്കും പ്രത്യേക താല്പര്യങ്ങൾ ആ തരത്തിലില്ലാത്തതുകൊണ്ട് ഇത് അവസാനിക്കുന്നുമില്ല. തീർച്ചയായും ആരും അത് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന്, ഇപ്പോൾ ഗാസയിൽ നമുക്കിത് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അവിടെ ഇതിന് സമാന്തരമായി ഈ ഇങ്ങനെ വലിയ വംശഹത്യ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഗാസയിലെ സാഹചര്യം. മാത്രമല്ല, അത് ഇപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സാഹചര്യമല്ല. ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് 2018 അവിടെ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടാണ് അധികാരം പിടിക്കുന്നത്. അധികാരം പിടിച്ചിട്ട് അവർ തീരുമാനിക്കുന്നത് സിവിലിയൻ ഭരണകൂടത്തെ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് സാധാരണ ഒരു ജനാധിപത്യ സംവിധാനമായി മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ള പ്രഖ്യാപനമൊക്കെ ഇവർ നടത്തി. പക്ഷേ അതിനുശേഷം സംഭവിക്കുന്നത് ഇതിൽ ഈ പറയുന്നത് പോലെ RSFും ഈ SAFും ഇവർ രണ്ട് കൂട്ടരും അവരും സിവിലിയൻസും ചേർന്ന് ഭരണം ആരംഭിക്കുകയും പിന്നെ പയ്യെ സിവിലിയൻസിനെ തള്ളി പുറത്താക്കുകയും ചെയ്യുക. പിന്നെ ഇവർ തന്നെ, ഇത് രണ്ടും സായുധ സംഘങ്ങൾ തന്നെയാണ്. അവർ ഭരണകൂടവും ആ നിലയ്ക്ക് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ പറയുന്ന ബജറ്റും മറ്റ് മൂലധനവും മറ്റു കാര്യങ്ങളും എല്ലാം അവരുടെ കയ്യിലുണ്ട്. ഭരണമുണ്ട്, പ്രാദേശിക അധികാരമുണ്ട്. അത് അവരുടെ കയ്യിലുള്ളപ്പോൾ അപ്പുറത്തെന്താണ്, ഈ സ്വർണ്ണഖനികളെല്ലാം ഉണ്ട്. അവിടെ നിന്നുള്ള സ്വർണ്ണ കച്ചവടമുണ്ട് RSFന്. അവരത് ഈ പറയുന്ന ചില അറബ് രാജ്യങ്ങളുമായി, ഈ രണ്ട് കൂട്ടർക്കും അറബ് രാജ്യങ്ങളുമായി, വ്യത്യസ്ത അറബ് രാജ്യങ്ങളുമായി ബന്ധമുണ്ട്. അതിൽ പരസ്പരം ആരോപണം പ്രത്യാരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന, അത്തരത്തിൽ ധനസമ്പാദനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില റൂട്ടുകളും അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ട ഇടപെടലും അതിന് വേണ്ടിയുള്ള മറയായുള്ള യുദ്ധവും ഒക്കെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. അത് പുറം താല്പര്യം തന്നെയാണ് എന്നുള്ള ആരോപണം അവർ ഉയരുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആളുകൾ മരിച്ചു വീഴുകയാണ്. ഈ നേരിട്ട് സ്ത്രീകളെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഭീകരമായ അവസ്ഥ. അതായത് സ്ത്രീകളെ ആക്രമിച്ച് ഭീതി സൃഷ്ടിക്കുക എന്നുള്ളതൊരു യുദ്ധതന്ത്രമായി ഇവിടെ പ്രയോഗിക്കപ്പെടുന്നു ഈ RSF എന്നുള്ളത് അവിടെ ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. വലിയ പട്ടിണിയാണ്. സാഹചര്യത്തിൽ നിന്ന് കൂടുതൽ ലോകത്തിൻ്റെ കണ്ണവിടേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ താല്പര്യമുള്ള കക്ഷികൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ നിരീക്ഷിച്ച് വരുമ്പോൾ ഒരറ്റത്ത് US-ഉം മറ്റേ അറ്റത്ത് റഷ്യയും അടക്കം നിൽക്കുന്ന അവസ്ഥ കൂടിയുണ്ട്. ഇതിനിടയ്ക്ക് ധാരാളം രാജ്യങ്ങളുമൊക്കെ ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ അവിടെ നീങ്ങുന്നത് കൊണ്ട് അവിടുത്തെ കാര്യം നാട്ടുകാരറിയണമെന്നോ പുറം ലോകം അറിയണമെന്നോ അവർക്ക് വേറെ ഏതെങ്കിലും സഹായം ലഭിക്കണമെന്നോ ഇല്ല. തൽക്കാലം അറ്റപ്പറ്റ UN എയ്ഡുമായി പിടിച്ചു നിന്ന് പോകുന്നു എന്നുള്ളതാണ് സങ്കടകരമാണ് അവിടെ അവസ്ഥ. മനുഷ്യകുലത്തിൻ്റെ ജനിതക ഗോവണിയിലൂടെ ഗോത്രസ്മൃതികളിലെങ്ങും സഹിഷ്ണുതയുടെ അടരുകളില്ലെന്നാണ് യുവാൽ നോവ ഹരാരി അദ്ദേഹത്തിൻ്റെ വിഖ്യാത പുസ്തകമായ സാപ്പിയൻസിൽ എഴുതിയത്. ടോളറൻസ് വാസ് നെവർ എ സാപ്പിയൻസ് ട്രേഡ് മാർക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിരന്തരമായ ഉന്മൂലനങ്ങളുടെ ദുരന്ത ആഖ്യായികയാണ് നരവംശ ചരിത്ര പുസ്തകം. ഇപ്പോൾ സുഡാനിലും നമ്മളത് കാണുകയാണ്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യ നടന്നത് ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലാണ്. തുത്സി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട 8 ലക്ഷത്തോളം പേരെയാണ് അന്ന് കൊന്നൊടുക്കിയത്. അതിന് സമാനമായാണ് സുഡാനിലെ സംഭവവികാസങ്ങൾ നടക്കുന്നത്. വിശപ്പടക്കാൻ കാലിത്തീറ്റ വാരിത്തിന്നേണ്ട ഗതികേടിലാണ് സുഡാനിലെ കുഞ്ഞുങ്ങൾ. പട്ടിണിയോ വിമത സൈന്യത്തിൻ്റെ ആയുധങ്ങളോ ആദ്യം ജീവനെടുക്കുക എന്ന ഭീതിയിൽ ജീവിക്കുകയാണ് ആ ജനത. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളായി തോന്നുമല്ലോ. ഈ കുരുതി അവസാനിപ്പിക്കാൻ ലോകത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവർക്ക് തോന്നിയെങ്കിൽ എന്ന് നമുക്ക് ആശിക്കാം. അല്ലാതെ നമുക്ക് വേറെ ഒന്നും തൽക്കാലം ചെയ്യാനില്ല. RDX ഇവിടെ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.